രജിഷ വിജയൻ നായികയായിട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് രണ്ടാം ആഴ്ചയും പ്രദർശനം തുടരുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പരീക്ഷണ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കുന്ന കൃഷ്ണാനന്ദ് RK ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ രജിഷ വിജയനൊപ്പം തന്നെ നീരജ് മണിയമ്പിള്ള രാജു, ദിവ്യപ്രഭ, രാഹുൽ രാജഗോപാൽ, ജഗദീഷ്, സുരേഷ് കൃഷ്ണ, നന്ദു, സിൻഷ, ആൻസരീം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടെന്നു. വിനായക അജിത്ത് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നു. മലയാളത്തിൽ പുതിയൊരു പരീക്ഷണ ചിത്രം എന്ന് വേണമെങ്കിൽ ചിത്രത്തിനെ വിശേഷിപ്പിക്കാം. ഒരു സ്കൈഫൈ ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു മസ്തിഷ്ക മരണം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 3,56,00,000 രൂപയോളം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിനങ്ങളിൽ നല്ല രീതിയിൽ കളക്ഷൻ ഉയർത്തിയ ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഇടിവുണ്ടാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 12ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന 5 ലക്ഷം രൂപയോളമാണ്. എന്തൊക്കെയാണ് ചിത്രം ഉടൻ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് നടത്തുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.